ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? കുറച്ച് പേരൊക്കെ നമ്മളടുത്ത് എയർപോർട്ട് വേക്കൻസീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിഗോ എയർലൈൻസിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം ഈ 3 എയർപോർട്ടുകളിലായിട്ടാണ് കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ചെന്നൈ, മുംബൈ, അതുപോലെ ഹൈദരാബാദ് ഈ എയർപോർട്ടുകളിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അതിന് മുന്നേയായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ജോബ്സ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾ ജോബ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എയർപോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായിട്ട് വരുന്ന പേജിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എക്സിക്യൂട്ടീവ് AO ആൻഡ് CS വേക്കൻസി വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ചെന്നൈ എയർപോർട്ടിലേക്ക്, അതുപോലെ മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, അഗൈൻ കേരളത്തിലേക്ക് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് വന്നിട്ടുള്ള വേക്കൻസി എക്സിക്യൂട്ടീവ് AO ആൻഡ് CS ടെർമിനൽ സർവീസ് SAG അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ട് താഴെയായിട്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വന്നിട്ടുള്ള വേക്കൻസീസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റും 17-ാം തീയതി അത് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി ഉള്ളത് അതും കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിലും ജോബ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആ കാണുന്ന ഏതാണോ, ഇപ്പം ഞാൻ കണ്ണൂരാണ് എടുത്ത് കാണിക്കുന്നത്. കണ്ണൂർ വന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് AO ആൻഡ് CS എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ണൂർ എയർപോർട്ടിലേക്ക് എക്സിക്യൂട്ടീവ് AO ആൻഡ് CS വേക്കൻസിക്ക് വേണ്ട ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 1 വർഷത്തെ എക്സ്പീരിയൻസും +2, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. അപ്പോൾ ഈ ഒരു 3 തരത്തിലാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇത് തന്നെയാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണെങ്കിലും അതുപോലെ കൊച്ചി എയർപോർട്ടിലേക്കാണെങ്കിലും ഒക്കെ വരുന്ന ക്വാളിഫിക്കേഷൻ സെയിം ആണ്. അതായത് +2 + 1 ഇയർ എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ അവരവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റുള്ള ഡിസ്ക്രിപ്ഷനും ക്രൈറ്റീരിയാസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ്, എലിജിബിലിറ്റി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അത് പേജിൻ്റെ ഫസ്റ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫുൾ വീഡിയോയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യാം. അതല്ല പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ID അടിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അഗെയിൻ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ കൺട്രി അതിൻ്റെ റീജിയണൽ കോഡ് ഇന്ത്യ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. തൊട്ട് താഴെ നിങ്ങളുടെ കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് കൊടുക്കുക. അതുപോലെ തൊട്ട് താഴെ നിങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് മാത്രം വരുന്ന ആ ഒരു കമ്പനികളിലാണോ, എങ്ങനെയാണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ആ ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഈ ഒരു ഇൻഡിഗോ എയർലൈൻസിൻ്റെ മറ്റുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. ദെൻ തൊട്ട് താഴെയായിട്ട് റീഡ് ആൻഡ് ആക്സെപ്റ്റ് ദി ഡാറ്റ പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലൂ ലൈനിൽ ഒരു സെൻറ്റൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായിട്ട് വരുന്ന പേജിൽ നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ഒരു CV ആണ്. ആ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെയാണ്, അഡീഷണൽ ഡോക്യുമെൻറ്റ്സൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നിങ്ങളുടെ 10th
പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, +2, അതുപോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാം. അതല്ല നിങ്ങൾ ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, അതായത് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് PCC എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട്, അപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ഈ PCC നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ റെസിഗ്നേഷൻ അക്സെപ്റ്റൻസ് ലെറ്റർ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങളിവിടെ വാങ്ങിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ +2 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്, അങ്ങനെയാണ് വരുന്നത്. അതല്ലെങ്കിൽ ഡിഗ്രി എന്ന്, അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് +2 ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നവർ കൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാം. ബാക്കി അടിയിൽ വരുന്ന 2 ഓപ്ഷനും ഏവിയേഷൻ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ് അതെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ അത് കറക്ഷൻ ചെയ്യുക. ബാക്കി ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെയായിട്ട് ലാംഗ്വേജ് സ്കിൽസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ലാംഗ്വേജ് അറിയാമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ജിയോഗ്രഫിക്കൽ മൊബിലിറ്റി, നിങ്ങൾക്ക് ലൊക്കേഷൻ മാറി ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യെസ് ഓർ നോ ഒക്കെ ഫില്ല് ചെയ്യാനായിരിക്കും ആ ഒരു ഓപ്ഷനിൽ കൂടുതലായിട്ട് വരുന്നത്. തൊട്ട് താഴെ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ റിലേറ്റീവ് വർക്കിംഗ്, അതായത് റിലേറ്റീവ്സ് വർക്കിങ്ങിൽ വരുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് വരുന്നതിൽ ഇൻഡിഗോ ക്രെഡിറ്റ് പൈലറ്റ് പ്രോഗ്രാം ഇവാലുവേഷൻ ഹിസ്റ്ററി, ആരെങ്കിലും ആ ഒരു ഇൻഡിഗോ എയർലൈൻസിലായിട്ടോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി. അതുപോലെ തൊട്ട് താഴെ ഡീറ്റെയിൽസ് ഫൈറ്റർ എക്സ്പീരിയൻസ്, എയർക്രാഫ്റ്റ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അതർ ദാൻ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മാത്രം ആ ഓപ്ഷൻസിലൊക്കെ ഫില്ല് ചെയ്താൽ മതി. അതുപോലെ ലാസ്റ്റായിട്ട് ജോബ് സ്പെസിഫിക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് എവിടെ നിന്നാണ് അറിയാൻ പറ്റിയത്, അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കോളംസ് ഫില്ല് ചെയ്യാനുണ്ട്. ഈ ഫില്ല് ചെയ്യുന്നതിലെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പർ തരാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന കൂടുതൽ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. ഇതെല്ലാം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലാസ്റ്റായിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ വേക്കൻസിക്കും അപ്ലൈ ചെയ്യുന്നത്. കൊച്ചി ആണെങ്കിൽ കൊച്ചി എക്സിക്യൂട്ടീവ് AONCS എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൊച്ചി അവിടെ സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷനൊക്കെ വരുന്നത്. അതായത് ക്വാളിഫിക്കേഷൻ പറയുന്നത് 1 വർഷത്തെ എക്സ്പീരിയൻസ് +2 ആണ്. അതല്ലെങ്കിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും സെയിം ആണ്. എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു എക്സിക്യൂട്ടീവ് AONCS എന്ന് പറയുന്ന വേക്കൻസിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ എയർപോർട്ടിലേക്കും ക്വാളിഫിക്കേഷൻ സെയിം ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും കറക്റ്റായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ അതിൻ്റെ കൂടുതൽ ക്രൈറ്റീരിയാസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഓരോ പേജിൻ്റെയും തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ പേജിൻ്റെ മുകളിലായിട്ടും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്ന പോലെ നിങ്ങൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ അപ്ലൈ ചെയ്യുന്നതിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അബൌട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന പേജിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇതുപോലൊരു കണക്ട് ഓൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് നമ്പർ അവരോട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതിൽ സ്കാൻ ചെയ്തോ അതല്ലെങ്കിൽ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്തോ നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എയർപോർട്ട് ജോബ്സിനായിട്ട് കാത്തിരുന്ന
എല്ലാവർക്കും നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. +2 ഡിഗ്രി ഡിപ്ലോമ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇന്ത്യ എയർലൈൻസിൻ്റെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഈ ഒരു 3 എയർപോർട്ടിലേക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസീസ് ഉടനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിൽ വല്ല ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, പാർട്ട് ടൈം, ഫുൾ ടൈം, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്